ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷകൾ നൽകിയെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മറ്റൊരു ചിത്രമാണ് വരച്ചു കാട്ടിയത്. SIR, വോട്ട് ചോരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോടതികൾ എന്നിവയെല്ലാം സംഘപരിവാറിന് കുടപിടിക്കുകയാണോ? ഇത്തരമൊരവസ്ഥയെ ഇന്ത്യൻ ജനാധിപത്യം അതിജീവിക്കുമോ എന്ന വിഷയമാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ചർച്ച ചെയ്യുന്നത്. ഒപ്പം കേരളത്തിൽ സംഘപരിവാർ എങ്ങനെയാണ് പിടിമുറുക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഏവർക്കും സ്വാഗതം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചുട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം. ഇന്ത്യയുടെ ജനാധിപത്യ ആരോഗ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം, ഹെൽത്ത് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം തന്നെ വളരെ ദുർബലാവസ്ഥയുള്ള ഒന്നാണ്. അതിനെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ, ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയ ഇന്ത്യയിൽ ദുർബലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും സ്വാതന്ത്ര്യസമരത്തിൻ്റെ വിവിധ ധാരകൾ, വിവിധ രാഷ്ട്രീയ ധാരകൾ, സ്വാതന്ത്ര്യസമരം ഒരൊറ്റ വഴിയിലൂടെ പോയ ഒന്നല്ല. വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളുടെ ഒരു കോൺഫ്ലുവൻസ്, ഒരു സംയോജിത രൂപം എന്നുള്ളൊരു രൂപത്തിലാണ് അതിനൊരു ബഹുസ്വര സ്വഭാവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായിരുന്നു. അത്തരം രാഷ്ട്രീയ ധാരകളുടെ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളുമെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാതന്ത്ര്യാനന്തരം വളരെ പതുക്കെയാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ്. പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ ഇത്തരം ദൗർബല്യങ്ങളിലെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്നല്ല ഈ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നതും അതിൻ്റെ സംഘടനാരൂപമായ RSS-ഉം വിശാല അതിൻ്റെ സംഘടനകളുടെ എല്ലാം വിശാല രൂപമായിട്ട് നമ്മൾ പറയുന്ന ഈ സംഘപരിവാറും വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് ജനാധിപത്യത്തിൻ്റെ പുറത്തുള്ള ഒന്നാണ്. ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പനത്തിൻ്റെ തന്നെ പുറത്താണ്. ഫാഷിസം ജനാധിപത്യ സങ്കല്പനത്തിൻ്റെ പുറത്താണ്, ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റിൻ്റെ പുറത്താണുള്ള ഒന്നാണ് ഫാഷിസം. അതിൻ്റെ ഉള്ളിലുള്ളൊരു വൈരുദ്ധ്യമോ ഉള്ളിലുള്ളൊരു സംഘർഷമോ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഫാഷിസത്തെ നേരിടുന്നതിന് വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിസന്ധി എന്ന് പറയും, അതിൻ്റെ ജനാധിപത്യ നേരിട്ട, അതിൻ്റെ ആ സങ്കല്പനം നേരിട്ട പ്രതിസന്ധികളിൽ ഒന്ന് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയാണ്. ഏതാണ്ട് 21 മാസത്തോളം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലമാണ്. പക്ഷേ നമ്മളതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് അത് ഈ ജനാധിപത്യ പ്രക്രിയയ്ക്കുള്ളിലെ ദൗർബല്യവും സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളുമായിട്ട് രൂപപ്പെട്ട ഒന്നാണ്. അതിന് നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്ര പിൻബലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ സമഗ്രാധിപത്യ ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ ഇന്ത്യയാണ് ഇന്ത്യ എന്ന ബറുവയുടെ മുദ്രാവാക്യങ്ങളും അന്നത്തെ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒരു സെക്കോഫാൻസിൻ്റെ ഗ്രൂപ്പായി മാറുകയും ഭരണകൂട ഭീകരതയുടെ എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളെയും സ്വാംശീകരിച്ച ഒരു സംഘടനയായിട്ട് കോൺഗ്രസ് മാറുകയും അതിൻ്റെ വർഗ സ്വഭാവം തന്നെ കൃത്യമായി ജനങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായി അഴിച്ചുവിടുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നത്. പക്ഷെ അപ്പോൾ പോലും അതിന് അധികാരത്തിൻ്റെ ഒരു ഹിംസാത്മകമായ സ്വഭാവവും ഭരണകൂട ഭീകരതയുടെ ഒരു സ്വഭാവവും എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ഒരു പ്രത്യയശാസ്ത്ര പിൻബലമില്ല. ഫാഷിസം അങ്ങനെയല്ല, ഹിന്ദുത്വ ഫാഷിസം അങ്ങനെയല്ല. ഹിന്ദുത്വ ഫാഷിസത്തിന് കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര പിൻബലമുണ്ട്. അത് അധികാരമില്ലെങ്കിലും അത് നിലനിൽക്കും. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിനെ നിലനിർത്തുന്നത് അധികാരമില്ലെങ്കിലും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര വ്യാപന പ്രക്രിയയും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ ആക്രമണ പദ്ധതിയുമെല്ലാം അധികാരമില്ലെങ്കിലും നിലനിൽക്കും,
അധികാരത്തിലെത്തുമ്പോൾ അതിന് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു സാധുതയും പിൻബലവും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പുറത്തു നിന്നുള്ളൊരു ആക്രമണമാണ് വാസ്തവത്തിൽ സംഘപരിവാറിൻ്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും അതിൻ്റെ രാഷ്ട്രീയ അധികാരവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ നാം ഇതുവരെ ശീലിച്ച പരിപാടികൾ വെച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി തോൽപ്പിക്കുന്നതിനോ നമുക്ക് കഴിയാത്തത് അത് ഇതിന് പുറത്തുള്ള ഒരു ഫോറിൻ ബോഡിയാണ്. ഇതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഇക്കോസിസ്റ്റത്തിലല്ല അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്ര വസ്തുതകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുത്വം രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്തുന്നത് ഏതാണ്ട് ഒരു 3/4 നൂറ്റാണ്ട് കാലത്തെ അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷമാണ്. ആദ്യമായിട്ട് തന്നെ അത് ഇന്ത്യയിലെ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചതിന് ശേഷമാണ് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവിടേക്ക് എത്തുന്ന കാലം വരെയും അതിനുശേഷം 2014 മോദി അധികാരത്തിലെത്തുന്ന കേവല ഭൂരിപക്ഷം നേടി BJP അധികാരത്തിലെത്തുന്ന ഒരു കാലം വരേക്കും RSSും സംഘപരിവാറും എന്താ ചെയ്തിരുന്നത്? അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിലേക്ക് നിരന്തരമായി കിനിഞ്ഞിറങ്ങുന്ന ഈ രാഷ്ട്രീയ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവിധാനത്തിലൂടെ മാത്രമല്ല, അതാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയ സംവിധാനത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഇപ്പോൾ യൂറോപ്പിലൊക്കെയുള്ള ഫാഷിസ്റ്റ് ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് 2-3 പതിറ്റാണ്ടിൻ്റെ സജീവമായ ഇടപെടലുകളാണ് ഒരുപക്ഷെ യൂറോപ്പിലൊക്കെ നമുക്ക് ഇത്തരം ഫാഷിസ്റ്റ് സംഘടനകൾക്ക് കാണാൻ കഴിയുക. അത്തരം സംഘടനകളെ ഉണ്ടാക്കിയ ചരിത്ര സാഹചര്യങ്ങൾ 19-ാം നൂറ്റാണ്ടിലേക്കൊക്കെ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുമെങ്കിൽ പോലും അതിൻ്റെ സംഘടനാ രൂപങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയുക പരമാവധിയായിട്ടൊരു 3 പതിറ്റാണ്ടിൻ്റെയാണ് സജീവവും ചടുലവുമായ അതിൻ്റെ ഉയർച്ചയും വളർച്ചയും രാഷ്ട്രീയാധികാരവും സൈനികാധികാരവും കൈപ്പിടിയിലൊതുക്കുകയും അതിൻ്റെ തകർച്ചയുടെയും കാലത്തേക്ക് ഒരു 3 പതിറ്റാണ്ടിൻ്റെ ചരിത്ര കാലഘട്ടത്തിലേക്ക്, ചരിത്രത്തിൻ്റെ ഘടികാരത്തിൽ ഒരു 3 പതിറ്റാണ്ട് കാലമാണ് അത് സഞ്ചരിച്ചിരുന്നത്. ഇന്ത്യൻ RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ സാമൂഹ്യ ശരീരത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. അത് 1925 മുതൽ അതിൻ്റെ സംഘടനാ രൂപം പ്രവർത്തിച്ച് അത് ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലം എത്തി നിൽക്കുമ്പോൾ ആണ് നമ്മളുടെ മുമ്പിൽ അത് എല്ലാ തരത്തിലുള്ള ഹിംസാത്മകമായ അതിൻ്റെ രാഷ്ട്രീയ പദ്ധതിയും പുറത്തേക്കെടുത്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പുറത്തേക്ക് എടുത്തു തുടങ്ങുന്ന ഈ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ഓരോ അടവിനെയുമാണ് ജനാധിപത്യ പ്രക്രിയയുടെ ദൗർബല്യങ്ങളിൽ ജീവിച്ച് ശീലിച്ച ഈ ജനാധിപത്യ പ്രക്രിയയുടെ വിവിധ ദൗർബല്യങ്ങളെല്ലാം പ്രകടമായ സംഘടനകൾക്ക് നേരിടേണ്ടി വരുന്നത്. അവർ പരമാവധി ഒരു ലിബറൽ ഡെമോക്രസിയുടെ സമീപനങ്ങളിലൂടെ, അഴവഴമ്പൻ സമീപനങ്ങളിലൂടെ മാത്രമാണ് അവർക്ക് ഈ ഫാഷിസത്തെ നേരിടാനുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ കഴിയുന്നത്. പക്ഷെ അത്തരമൊരു പ്രക്രിയയിലൂടെ മാത്രം നിങ്ങൾക്ക് ഫാഷിസ്റ്റ് രാഷ്ട്രീയ അധികാരത്തെ നേരിടാനാകില്ല. ഇതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ നേരിടുമ്പോൾ ഇന്ത്യയിലെ കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അവരുടെ ഇക്കോസിസ്റ്റവും സംഘപരിവാറിൻ്റെ ഇക്കോസിസ്റ്റവും രണ്ടാണ്. ഈ സംഘപരിവാറിൻ്റെ ഇക്കോസിസ്റ്റത്തിന് വേണ്ട ഒരു ഇന്ത്യയെയാണ് അവർ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് വളർത്തിയെടുത്തത്. അവരത് വളർത്തിയെടുക്കുന്നത് വളരെ ആസൂത്രിതമായ പദ്ധതികളിലൂടെയാണ്. ഒരുപക്ഷെ ഗാന്ധിവധത്തിന് ശേഷം RSSനെ നിരോധിക്കുകയും പിന്നെ നിരോധനം മാറ്റുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്താവുന്ന ഒരു ശക്തിയായിട്ട് സംഘപരിവാർ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളർന്നു വരാൻ കഴിഞ്ഞില്ല. 60കളുടെ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ ദേശീയ ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസിൻ്റെ കുത്തക അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വളരെ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള അധികാര തർക്കവും കോൺഗ്രസിൻ്റെ പിളർപ്പും പല സംസ്ഥാനങ്ങളിലും സോഷ്യലിസ്റ്റ് കക്ഷികളോടൊപ്പം ചേർന്നിട്ട് ആ കാലത്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ അധികാരം പങ്കിടുന്ന ചില അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 1975 അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം 21 മാസം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥയും അക്കാലത്ത് RSSനും നേരിട്ട നിരോധനവും, RSS മാത്രമല്ല, ഇപ്പോൾ നക്സലേറ്റുകൾ മുതൽ കമ്മ്യൂണിസ്റ്റ് CPI ഒഴിച്ചുള്ള മറ്റ് ഇടതുപക്ഷ പാർട്ടികളും RSSും ഒക്കെ അടക്കമുള്ള തൻ്റെ എതിരാളികളായിട്ട് ഇന്ദിരാഗാന്ധി കണക്കാക്കിയിരുന്ന എല്ലാവരെയും രാഷ്ട്രീയ എതിരാളികളെ എല്ലാവരെയും അവർ നിരോധിക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമായിരുന്നല്ലോ. അപ്പോൾ ആ കാലത്തിന് ശേഷം
JP മൂവ്മെൻറ്റിൻ്റെ ഒരു ബഹുജന പിന്തുണയെ കൂടി RSS വളരെ വിദഗ്ധമായി മുതലെടുക്കുകയും ഒരുപക്ഷെ JP മൂവ്മെൻറ്റിന് സംഭവിച്ച ജയപ്രകാശ് നാരായണന് കൂടി സംഭവിച്ച വളരെ ഒരു ചരിത്രപരമായ അബദ്ധമെന്നോ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു ചരിത്രഘട്ടത്തിലൂടെ RSS ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സാധൂകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായത്. അതിനുശേഷമാണ് അവർ ജനതാ പാർട്ടിയിലേക്ക് ചേരുന്നതും പിന്നെ ഇരട്ട പാർട്ടി അംഗത്വത്തിൻ്റെയൊക്കെ പേരിൽ അത് തകരുന്നതും പിന്നീട് BJP ഉണ്ടാകുന്നതും. പക്ഷേ ഈ 1980-കൾ മുതൽ BJP ഉണ്ടാകുമ്പോൾ BJPയെ തങ്ങളുടെ രാഷ്ട്രീയ മുഖമായിട്ട് RSS അവതരിപ്പിച്ചതിന് ശേഷം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ ആ കാലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒറ്റ പാർട്ടി എന്നുള്ള ഒറ്റക്കക്ഷിയായിട്ട് ഇന്ത്യ ഭരിക്കാവുന്ന കോൺഗ്രസിൻ്റെ കുത്തക 70കളുടെ 60കളുടെ അവസാനം തന്നെ തകർന്നു തുടങ്ങുകയും 70കളിൽ ചെറിയൊരു റിപ്രീവ് കിട്ടുകയും ഒക്കെ ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ ദേശീയ ഒരു തരത്തിൽ പുരോഗമനമുഖം എന്നുള്ള മട്ടിലുള്ള ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് നാഷണലൈസേഷൻ, പ്രീവ്യൂസ് നിർത്തലാക്കൽ, ബംഗ്ലാദേശ് യുദ്ധം തുടങ്ങിയ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വീണ്ടും കോൺഗ്രസ് തകർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഒറ്റക്കക്ഷി കുത്തക അവസാനിക്കുന്ന ഘട്ടത്തിൽ RSS BJPയിലൂടെയും വിശ്വ ഹിന്ദു പരിഷത്തിലൂടെയും ഒക്കെ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ടയുമായിട്ട് യോജിപ്പിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ യോജിപ്പിച്ചു വയ്ക്കുമ്പോഴാണ് ഇന്ത്യയിൽ BJPയും വിശ്വ ഹിന്ദു പരിഷത്തും, അന്ന് വരെ വിശ്വ ഹിന്ദു പരിഷത്തും മറ്റ് സംഘടനകളും ഹിന്ദുത്വ സംഘടനകളുമാണ് ഈ രാമജന്മഭൂമി വിഷയം നേരിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അത് BJP തന്നെ ഏറ്റെടുക്കുകയും അത് LK അദ്വാനിയുടെ രഥയാത്രയിലേക്ക് എത്തുകയും രഥയാത്രയൊക്കെ വടക്കേ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രഥയാത്രയിലേക്ക് ഹിന്ദുക്കളുടെ ജീവിത പ്രതീകങ്ങളെ സാധാരണ ജീവിതത്തിൽ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഉദാഹരണത്തിന് താലി പോലുള്ള സിമ്പിളുകളെ വരെ അതൊക്കെ പഠനങ്ങളൊക്കെ പറയുന്നത് അദ്വാനിയുടെ രഥയാത്ര കടന്നു പോകുന്ന സമയത്ത് രഥം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സിമ്പിളാണല്ലോ. ഇത് വളരെ സിംബോളിക്കായിട്ട് അർജുനൻ്റെയൊക്കെ ഒരു രഥം പോലെ അത് ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണല്ലോ അത് പറയുന്നത്. ഈ രഥത്തിൽ അദ്വാനി വരുമ്പോൾ സ്ത്രീകൾ താലിമാല പൊട്ടിച്ച് സംഭാവന പോലെ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇത്തരത്തിൽ വളരെ നാടകീയമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നാടകീയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ രഥയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം കൂട്ടക്കൊലകളും വർഗീയ കലാപങ്ങളും ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും ആക്രമോത്സുകമായ ഹിംസാത്മകമായ കലാപങ്ങളും അന്തരീക്ഷവും സൃഷ്ടിച്ചിട്ടാണ് ആ രഥയാത്ര കടന്നു പോകുന്നത്. അതായത് 1980കളുടെ ആ കാലം എത്തുമ്പോഴേക്കും 90കളുടെ തുടക്കം എത്തുമ്പോഴേക്കും ഹിന്ദുത്വം ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ രൂപത്തെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഈ ഹിംസാത്മകമായ രൂപത്തിൽ നിന്ന് അതായത് 3/4 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഒടുവിൽ തങ്ങളുടെ തേറ്റപ്പല്ലുകളും ദംഷ്ട്രയും പുറത്തെടുത്തുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലെത്തുന്നത്. അപ്പോഴേക്കും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഗാന്ധിയൻ സോഷ്യലിസം എന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പരിപാടികളാണ് ഞങ്ങൾ നടത്തുന്നതെന്നോ ഞങ്ങളും സെക്കുലറാണ് എന്നൊക്കെയുള്ള വാചകമടികൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഹിന്ദുത്വത്തിൻ്റെ പച്ചയായ വെളിപ്പെടുത്തലിനും വെളിച്ചപ്പെടലിനുമുള്ള ഭാഗമാക്കി അവർ ഇന്ത്യയെ മാറ്റി എന്നുള്ളതാണ്. അത്തരമൊരു ഇന്ത്യയിലാണ് BJP രാഷ്ട്രീയ അധികാരത്തിലെത്തുന്നത്. അത്തരമൊരു ഇന്ത്യയിലേക്ക് അപ്പോഴും അവർ NDA ആയിട്ടാണ് എത്തുന്നത്. അവിടെ നിന്ന് സ്വന്തം ഭൂരിപക്ഷത്തിൽ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരാ വരുന്നത്? ഗുജറാത്തിൽ വളരെ കൃത്യമായി ഒരു വംശഹത്യയുടെ അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലോസിൻ്റെ ക്ലോസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനസൈഡിൻ്റെ വംശഹത്യയുടെ എല്ലാ ഘടകങ്ങളും ഒരു വംശഹത്യയ്ക്ക് എങ്ങനെയാണോ ഒരു ഭരണകൂടവും അതിൻ്റെ ഭരണാധികാരിയും കുറ്റക്കാരാവുക എന്ന് നോക്കുന്നത് അതേ മാനദണ്ഡങ്ങൾ വെച്ച് കുറ്റക്കാരാവുന്ന രീതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലൊക്കെ അങ്ങനെയാണ് അതിനെ വിചാരണ ചെയ്യുന്നത്. അങ്ങനെ കുറ്റക്കാരാവുന്ന രീതിയിൽ ഒരു ജനസൈഡിന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആസൂത്രിത വംശഹത്യാ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയെയും അയാളുടെ മറ്റൊരു കൈയാളായ അമിത്ഷായെയും ഒക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പ്രധാനമായും പ്രൊജക്റ്റ് ചെയ്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം അധികാരത്തിലെത്തുന്നത്. അതായത് നരേന്ദ്രമോദിയെ പ്രൊജക്റ്റ് ചെയ്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപത്തിൻ്റെ സാധൂകരണം കൂടിയാണ് അവർ ആവശ്യപ്പെട്ടത്. ഗുജറാത്ത് കലാപത്തിനെ ഹെയിൽ ചെയ്താണ്, അതിനെ വലിയ തോതിൽ ശരിയായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള മട്ടിൽ തന്നെയാണ് അവർ പ്രചാരണം നടത്തിയത്. അങ്ങനെയാണ് എത്തുന്നത്.
അധികാരത്തിലെത്തിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന ബീഹാർ ഇലക്ഷൻ വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ സംഭവിക്കുന്നത് വളരെ കൃത്യവും ആസൂത്രിതവുമായി ഇന്ത്യയിലെ ജനാധിപത്യ ഫ്രെയിംവർക്കിനെ, ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിനെ, ഇന്ത്യയുടെ ഒരു ജനാധിപത്യ മതേതര ഭരണഘടനാ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കിനെ കമ്പോട് കമ്പും കല്ലോട് കല്ലും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാജ്പേയിയുടെ കാലത്ത് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള ഈ ആക്രമണത്തിനും അതിനെ തകർക്കുന്നതിനുള്ള ഒരു പരിപാടിക്കും അവർ തുടക്കമിട്ടതാണ്. അങ്ങനെയാണ് വെങ്കടാചലയ കമ്മീഷൻ വെക്കുന്നത്, ഭരണഘടന മാറ്റുന്നതിന് പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ആക്കണോ എന്ന് ആലോചിക്കുന്നതിനൊക്കെ. പിന്നീട് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അത് തുറന്നു കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ നോക്കൂ, വളരെ കൃത്യമായിട്ട് വൺ നേഷൻ വൺ ഇലക്ഷനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ കടന്നുകയറ്റം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന വെറും ഒരു പാവ സംവിധാനമാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്നു. അങ്ങനെ ഹൈക്കോടതികളിലേക്കും സുപ്രീം കോടതികളിലേക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നോമിനേറ്റ് ചെയ്യുകയും കൊളീജിയത്തിൻ്റെ തന്നെ ശുപാർശകളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാക്കുന്നു. ഭരണഘടനാ കോടതികളിലെ ന്യായാധിപന്മാരെ തങ്ങളുടെ വരുതിക്ക് നിർത്തുകയും അത്തരം ഭരണഘടനാ കോടതികളിലെ ന്യായാധിപന്മാർ വരുതിക്ക് നിൽക്കുന്നതിന് സ്വയമേ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ചന്ദ്രചൂഡ് അയോധ്യ വിധി എഴുതിയ റിട്ടയർ ചെയ്ത മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് പറഞ്ഞത് ദൈവം ഈശ്വരനാണ് തനിക്ക് ഈ വിധി പറഞ്ഞത്. ഈശ്വരനുമായിട്ടുള്ള തർക്കമല്ല വാസ്തവത്തിൽ ഒരു ഭരണഘടനാ കോടതി, ഒരു അഡ്ജുഡിക്കേറ്ററി ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് നിർണ്ണയിക്കുകയും അതിൽ വിധി പറയുകയും ചെയ്യുന്ന ഒരു കോടതിയിൽ ഈശ്വരനല്ല എഴുതിക്കേണ്ടത്, ഒരു മതേതര ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയേണ്ടത്. ഇത് ചന്ദ്രചൂഡ് പറഞ്ഞ് ഇതിൻ്റെ അപകടം നമുക്ക് അയോധ്യാവിധി ഒരു പക്ഷേ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒക്കെ ആവശ്യങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതിയിലുള്ള വളരെ വിചിത്രമായൊരു വിധി എഴുതുകയും ഇന്ത്യയുടെ ഭരണഘടനാ കോടതിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ആ വിധി പ്രസ്താവിച്ച ചന്ദ്രചൂഡ് ഇത് പറഞ്ഞതിൻ്റെ അപകടങ്ങളിലൊന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ പോയിട്ട് നരേന്ദ്രമോദി ഗണപതി പൂജ ചെയ്തു എന്നുള്ളതിലാണ്. അത് ഒരു ഭരണഘടനാ കോടതിയുടെ ന്യായാധിപൻ്റെ വീട്ടിൽ, അതിൻ്റെ പരമോന്നത ന്യായാധിപൻ്റെ വീട്ടിൽ എക്സിക്യൂട്ടീവിൻ്റെ തലവനായിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൃത്യമായി ഉള്ള ഒരു പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല ഇയാളുടെ മുമ്പിൽ വരുന്ന തർക്കങ്ങളുടെ ഒരു കക്ഷിയാണ് സർക്കാർ. സർക്കാരും പൗരന്മാരും തമ്മിലുള്ള തർക്കത്തിൽ വിധി പറയുന്ന പൗരാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ സർക്കാരിനെതിരാണ് കോടതിയിലുള്ള കേസ്. അപ്പോൾ സർക്കാർ കോടതിയുടെ, ഭരണഘടനാ കോടതിയുടെ മുമ്പിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൻ്റെ മുമ്പിൽ സർക്കാർ ഒരു കക്ഷിയാണ്. ആ കക്ഷിയുടെ തലവനെ വീട്ടിലേക്ക് വിളിച്ച് അയാളുടെ ഒപ്പം ഗണപതി പൂജ നടത്തുന്നു എന്ന് പറയുന്നതിൽ അനൗചിത്യം എന്ന് പറയുന്നത് കേവലമായ മര്യാദാ പ്രശ്നങ്ങൾ മാത്രമല്ല, അത് വാസ്തവത്തിലൊരു സന്ദേശം കൂടിയാണ് സംഘപരിവാറും ഒക്കെ ഇന്ത്യക്ക് നൽകിയത്. അത് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും സുപ്രീം കോടതി അടക്കം ബാക്കി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ മതേതര ഭരണഘടനാ റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യയുടെ ആ ഫ്രെയിംവർക്കിലേക്കും തങ്ങളുടെ പ്രവേശനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് നൽകിയത്. അതാണിപ്പോൾ ഈ വോട്ട് ചോരി വിഷയത്തിലും വന്നത്. വാസ്തവത്തിൽ രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഈ വോട്ട് ചോരി വിഷയത്തെ കാണാം എന്ന് തോന്നുന്നു. ഒന്ന്, വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ, വലിയ തോതിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നിലവിലെ BJPയുടെ ഭരണത്തെ നിലനിർത്താനാകുന്ന, എന്നേക്കുമായി നിലനിർത്താനാകുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പുകളെ വെറുമൊരു കോമാളിത്തരമാക്കി മാറ്റുകയും തങ്ങൾക്ക് വേണ്ട വിധത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഉണ്ടാക്കിയെടുക്കാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരു പ്രഹസനമാക്കി മാറ്റുന്ന, ക്രമേണ തെരഞ്ഞെടുപ്പുകൾ അപ്രസക്തമാകുന്ന ഒരു പരിപാടിയിലേക്കുള്ള BJPയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണിത്, സംഘപരിവാറിൻ്റെ. അങ്ങനെയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഇതിലേക്ക് അടുക്കുകയാണ് നമ്മൾ. പക്ഷേ മറ്റൊന്നുകൂടി അതിലുള്ള ഒരു വിഷയം, ഇപ്പോൾ ബീഹാറിലൊക്കെ ഏതാണ്ട് 65 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായെന്ന് പറയുന്നു. സ്വാഭാവികമായും മരിച്ചുപോയവർ, പുറത്തുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ഏത് വോട്ടർ പട്ടിക റിവിഷൻ വരുമ്പോഴും ഒഴിവായി പോകുന്ന കുറച്ച് ആളുകളുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ പുറത്തായ വലിയൊരു വിഭാഗം മനുഷ്യരാരൊക്കെയാണ്? ദളിതരാണ്, ആദിവാസികളാണ്, സ്ത്രീകളാണ്, മൈഗ്രൻ്റ് ലേബറേഴ്സാണ്, ഇങ്ങനെ കുടിയേറ്റ തൊഴിലാളികളാണ്, ബീഹാറിൽ നിന്നൊക്കെ പ്രത്യേകിച്ചും. എന്ന് മാത്രമല്ല വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ പോലും അത് ഇനി എന്താ ചെയ്യേണ്ടത്, ഫോം പൂരിപ്പിക്കുക എങ്ങനെയാണ് എന്നുള്ളത് 100% സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ പോലും
നമുക്ക് ഈ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഉള്ള ഈ പേര് ചേർക്കലും പുതുക്കലും സംബന്ധിച്ച് വളരെയധികം സംശയങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ കുറച്ചുകൂടി സജീവമായ ഒരു പൗരസമൂഹം ഉണ്ട് എന്ന് കരുതുന്ന ഒരു കേരളത്തിലൊക്കെ അത് നടന്നിരിക്കും. പക്ഷേ വടക്കേ ഇന്ത്യയിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്നവർ കുടിയേറ്റ തൊഴിലാളികളായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ബീഹാർ, UP, ബംഗാൾ, ഒഡീഷ മുതലൊക്കെയായ സ്ഥലങ്ങളിൽ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഈ SIR വരുമ്പോൾ അതിൽ നിന്നും പുറത്താകുന്നവരൊന്നും തങ്ങൾ പുറത്തായി എന്ന് അറിയുക പോലും ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെ പുറത്തായാൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകളാണ്. ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ഘടനയുടെ പിരമിഡിൽ ഏറ്റവും താഴെ നിൽക്കുന്ന നിഴലുകളെ പോലെ ജീവിച്ചു മരിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ കൂടിയായിട്ട് SIR മാറുകയാണ്. ആൻഡ് അതിൻ്റെ SIRൻ്റെ പല പ്രശ്നങ്ങളും വേറെ നിലനിൽക്കുന്നുണ്ട്. വെദർ ദ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ മാൻഡേറ്റ് ടു ഡു സച്ച് ആൻ എക്സസൈസ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം. കോടതി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂലമായിട്ട് വിധിക്കാനാണ് സാധ്യത എങ്കിൽ പോലും അത്തരത്തിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തിനെ, തെരഞ്ഞെടുപ്പ് പൗരന്മാർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം, പക്ഷെ പൗരത്വം ആർക്കൊക്കെയാണ് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു ബോഡിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഈ പൗരത്വത്തിനെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായിട്ട്, ഇലക്ടറൽ റോളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ഈ പൗരത്വം എന്ന് പറയുന്നത് ഫാഷിസ്റ്റുകളുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഇത് എല്ലായിടത്തുമാണ്. ഇപ്പോൾ നമ്മൾ ഫാഷിസ്റ്റ് ജർമ്മനിയിലും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ പൗരന്മാരല്ല, ജൂതന്മാരെ അവർ സെക്കൻഡറി സിറ്റിസൺസ് പോലെ ആയിട്ട് പോലും കണക്കാക്കിയില്ല. കൊല്ലപ്പെടാൻ മാത്രം അർഹതയുള്ള രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടാണല്ലോ അവരൊക്കെ കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിനായിട്ടുള്ള ജൂതന്മാരെയും ഒപ്പം തന്നെ അന്നത്തെ ഫാഷിസ്റ്റ് ഭരണകൂടത്തെ എതിർത്തവരുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ജൂതന്മാരെയും ഗ്യാസ് ചേമ്പറുകളിലേക്ക് വിട്ട് പുകച്ചു കൊന്നു കളഞ്ഞത് ഈ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയുടെ കൂടി ഭാഗമായിട്ടാണ്. ഇന്ത്യയിലാണെങ്കിൽ ഈ പൗരത്വം എങ്ങനെയാണ് ഈ ഇലക്ടറൽ റോളിൻ്റെ നിശ്ചയിക്കുന്നതിൽ ഈ സിറ്റിസൺഷിപ്പിനെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുമ്പോൾ അത് അപകടമായി തീരുന്നത് എന്നാണ്. ഒരു മതേതര സർക്കാരും ഒരു മതേതരമായ ഫ്രെയിംവർക്കിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൽ ഒരു ഇലക്ടറൽ റോൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്ന പോലെയല്ല ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ അത് നടക്കുന്നത്. അത് ആ കോണ്ടെക്സ്റ്റിൽ, ചരിത്രപരമായ ആ കോണ്ടെക്സ്റ്റിൽ അത് അസാധ്യമായ അപകടങ്ങളിലൊന്നായി തീരും. തമാശകൾ പോലെയാണ് അത്. ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പറയുന്ന തമാശയല്ല പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ പറയുന്ന തമാശയ്ക്ക് അത് അതിൻ്റെ ചരിത്രപരതയും ചരിത്രത്തിലെ അതിൻ്റെ ഇടപെടലും വെച്ചുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ജാതിയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മനുഷ്യാന്തസ്സിനെ സംബന്ധിച്ചൊക്കെയുള്ള നമ്മളുടെ സമീപനങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് പണ്ടത്തെ തമാശകൾ ഇന്നത്തെ തമാശകളല്ല എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ കൂടിയാണ്. അപ്പോൾ SIRൽ ഈ സിറ്റിസൺഷിപ്പ് പ്രശ്നമായി വരുന്നതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാഷിസത്തിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയ ഫാഷിസത്തിൻ്റെ ഒരു അജണ്ട നമുക്കിതിൽ കാണാൻ കഴിയും. പൗരത്വം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ ഉയർത്തിയ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ സവർക്കർ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച്, മൈനോറിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലപാടെന്താണ്? അവർ പറയുന്നത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളൊക്കെ അടക്കമുള്ള ഈ ഇത്തരം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇവിടുത്തെ പൗരന്മാരാവാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ് എന്നാണ് പറയുന്നത്. കാരണം അവരിവിടെ ജനിച്ചാൽ പോലും അവരിവിടുത്തെ പൗരന്മാരല്ല. കാരണം എന്താ? പിതൃഭൂമിയും പുണ്യഭൂമിയും ഇതായാൽ മാത്രമാണ് ഒരാൾ ഇന്ത്യയിലെ പൗരനാവുക, ഭാരതത്തിലെ അവരുടെ കോട്ടൺ കോട്ട് ഭാരതത്തിലെ പൗരനാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാളുടെ മതവിശ്വാസത്തിൻ്റെ ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഏരിയാസും അതിൻ്റെ ഒക്കെ കിടക്കുന്നത്, പുണ്യഭൂമി കിടക്കുന്നത് മറ്റൊരു സ്ഥലത്താണെന്ന് അവർ പറയുന്നു. അത് ഈ മദീനയും ഒക്കെ ആയതുകൊണ്ടും ഒക്കെ ഇന്ത്യ അവരുടെ പുണ്യഭൂമി അല്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരിക്കലും ആരാവാൻ കഴിയില്ല, ഒരു സമ്പൂർണ്ണ പൗരനാകുന്നതിന് ഇന്ത്യയിൽ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഭൂരിപക്ഷ മതം നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കും അതിൻ്റെ രീതികൾക്കും കീഴിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാം എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇത് പൗരത്വം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ ഒരു അജണ്ടയാണ് എല്ലാ കാലത്തും. അതാണ് ഈ ഇലക്ടറൽ റോൾ റിവിഷനിലൂടെ അവർ പൗരത്വത്തെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യാനുള്ള പൗരനാകണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ആ പൗരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു
ഇൻഡിവിജ്വൽ ഇഷ്യൂ അല്ലാതെ ഇപ്പോൾ എനിക്ക് വോട്ട് ചെയ്യണം, എൻ്റെ പൗരത്വത്തിൽ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിപരമായ വെളിപ്പെടുത്തലിൻ്റെയും പരിശോധനയുടെയും ഒക്കെ അല്ലാതെ ഒരു മാസിഫിക്കേഷൻ ഉള്ള ഒരു പരിപാടി, ഒരു സമൂഹത്തെ മുഴുവനായിട്ട്, സമൂഹത്തിൻ്റെ മുഴുവൻ പൗരത്വത്തെ ഒരു കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് എടുക്കുകയും അതിലില്ലാത്തവരെ പുറന്തള്ളുകയും ചെയ്യുന്ന വലിയൊരു യന്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് പൗരത്വത്തിൻ്റെ പ്രശ്നങ്ങളെ ഇടുകയാണ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെയല്ല നടന്നിരുന്നത്. പൗരത്വം ഓരോ വ്യക്തിയുടെയും കാര്യമായിട്ടാണ് ഇതുവരെ നടന്നിരുന്നത്. ഇത് വലിയൊരു ഇൻഡിവിജ്വൽ എന്നുള്ളതിൽ നിന്നും ഒരു മാസ് എന്നുള്ള തലത്തിലേക്ക് ഈ പൗരത്വ പ്രശ്നത്തെ മാറ്റുന്ന ഒരു വിഷയമുണ്ട്. അത് പലായനങ്ങളുടെ, ആൾക്കൂട്ട ആക്രമണങ്ങളുടെയൊക്കെ മറ്റ് ചിത്രങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഈ പൗരത്വ പ്രശ്നം എന്നുള്ളത് വാസ്തവത്തിൽ ഈ സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഈ SIRലും അതിനെ കാണേണ്ടത്. ഇപ്പോൾ SIRനെ കുറിച്ച് ഇവിടെ വോട്ട് ചോരി പ്രശ്നം കൂടി നമ്മൾ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഭരണകൂടം ഓരോ കാലഘട്ടത്തിലും അതിന് ആവശ്യമായ സാധനങ്ങളെ അതിൻ്റെ രാഷ്ട്രീയം അനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു പൗരൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് ഇന്ത്യയിലെ കോടതികൾ അംഗീകരിക്കുന്നില്ല. അതിനെ പരമാവധി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. അതിലപ്പുറം സാമാന്യമായിട്ട് അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റായിട്ടാണ് അംഗീകരിക്കുന്നത്. നിയമപരമായി അയാൾക്ക് നൽകുന്ന ഒരു അവകാശമാണ്. അതിൽ പല മാനദണ്ഡങ്ങളും വയ്ക്കാം, പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താം. അയാളിൽ നിന്ന് വോട്ടവകാശം എടുത്തു കളയാൻ സർക്കാരിന് പല രീതിയിലും അധികാരമുണ്ട്. അത് ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, ദാറ്റ്സ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അങ്ങനെയാണ് പല കേസുകളുമൊക്കെ ഉണ്ട്. അതിൽ പ്രശ്നം ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് സർക്കാർ അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. ആ സർക്കാരിൻ്റെ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൗരന്മാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ അവർ പതുക്കെയായിട്ട് ചുരുക്കുകയും ഒരുപാട് മനുഷ്യരെ അതിൽ നിന്നും എടുത്തു കളയുന്നുള്ളൊരു പ്രക്രിയ നടക്കുകയാണ്. തുടക്കത്തിൽ ഒരിക്കലും അത് വലിയൊരു രീതിയിലുള്ള ആക്രമണമായിട്ട് നമുക്ക് തോന്നുകയില്ല. അത് സംഘപരിവാർ ഇന്ത്യയിൽ വേരുറപ്പിച്ച പോലെയാണ്. ഇന്ന് നമുക്ക് RSSകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘപരിവാറുകാരൻ അയാളുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വെറുപ്പ് നിറഞ്ഞ ഹിംസാത്മകമായ കൊലവിളികൾ നമുക്കിന്ന് സാമാന്യമായി സ്വാഭാവികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു, അല്ലേ? ഇന്ന് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പോലും ആളുകൾ പറയുന്നില്ല. മോദി ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. സ്വാഭാവികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തിന്? അതാണ് ഈ സ്വാഭാവികവൽക്കരണം ഈ പൗരത്വ പ്രശ്നത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ SIR അല്ല, ഇനി മുതൽ ഇതൊരു പ്രക്രിയയായി മാറുകയും ആളുകൾ പതുക്കെ ഇതിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ സ്വാഭാവികവൽക്കരണത്തിൻ്റെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ മറ്റൊന്നുകൂടി ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയാധികാര വിജയത്തിനെ നമ്മൾ അങ്ങനെ മാത്രമായിട്ട് ചുരുക്കി കാണുന്നതിൽ ഒരു അപകടമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നോർമലൈസേഷൻ്റെ ഒരു സാധനം കൂടി നമ്മൾ അതിൽ കാണണം. ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റാണ്ട് കാലത്തെ ക്ഷമാപൂർവമുള്ള രാഷ്ട്രീയ പ്രക്രിയയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഘടനാ രൂപവും രാഷ്ട്രീയാധികാര രൂപവുമാണ്. അതിന് ബഹുജന പിന്തുണ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന് ഒരു മാസ് സപ്പോർട്ടുണ്ട്. അല്ലാണ്ട് അത് കേവലമായ അധികാര പ്രയോഗത്തിലൂടെ മാത്രമല്ല നിലനിൽക്കുന്നത്. അതിന് വലിയൊരു ബഹുജന പിന്തുണ. ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഏതാണ്ട് 20% വോട്ട് വാങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിൽ BJPയിലേക്ക് വോട്ട് ചെയ്യാൻ പാകത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ ആശയധാരകളെയും സാമാന്യമായി സ്വീകരിക്കുന്ന, എന്നാൽ ഇപ്പോൾ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം കൂടി കേരളത്തിലുണ്ട്. അവർ BJPക്ക് വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ചെറിയ ത്രഷോൾഡ് മാത്രമാണ് ഇനി അത് ബ്രേക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വളരെ സജീവമായിട്ടുള്ളൊരു രാഷ്ട്രീയ ധാര തന്നെയാണ് ഹിന്ദുത്വം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനൊരു മാസ് സപ്പോർട്ട് ഇന്ത്യയിലെമ്പാടും അവർക്കുണ്ട്. കേരളത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണ് പുറത്തുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വോട്ട് ചോരിയും SIRും ഇത്തരം പ്രശ്നങ്ങളും ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ മാസ് സപ്പോർട്ടിനെ കാണാതെ പോകരുത്. ഇത് അവരുണ്ടാക്കിയെടുത്തത് കേവലമായ ബ്രാഹ്മണിക് സവർണ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അവരതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ദളിതരെയും ആദിവാസികളെയും അതർ ബാക്ക്വേർഡ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെയും എല്ലാം തങ്ങളുടെ ഈ ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്
രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം രാജീവ് ഗാന്ധിയുടെ ആ സമയത്ത് ശിലാന്യാസം നടന്ന സമയത്ത്, അയോധ്യയിൽ നടന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ഇഷ്ടിക വെക്കുന്നത് കാമേശ്വർ ചൗപ്പാൽ എന്ന മറ്റു പേരുള്ള ഒരു ദളിത് ആയിട്ടുള്ള ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഒരു അമ്പലം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ കല്ല് വയ്ക്കുന്നതിന് അന്ന് അവർ തിരഞ്ഞെടുത്തത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ദളിതനെയാണ് എന്നുള്ളത് എത്രയോ കാലം മുമ്പിലേക്ക് നോക്കിയാണ് സംഘപരിവാർ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു വിശാല മാസ് സപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫാഷിസം പ്രവർത്തിക്കുന്നത്. ഇതുകൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ കേവലമായ അധികാരപ്രയോഗങ്ങളിലൂടെ മാത്രമാണ് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയം നിലനിൽക്കുന്നത്, രാഷ്ട്രീയാധികാരം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റായിരിക്കും. അതിനെ എതിർക്കുന്നതിന് ജനങ്ങളുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയിലൊക്കെയുള്ള ജനങ്ങളുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയെ ആധാരമാക്കിയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ ആധാരമാക്കിയുള്ള വലിയ ജനകീയ സമരങ്ങൾ ഉണ്ടായേ പറ്റൂ. അല്ലാതെ മറ്റൊരു വഴിയും അതിനില്ല. കേവലമായ ഒരു സാംസ്കാരിക പ്രശ്നമല്ല ഇന്ത്യയിലെ ഫാഷിസം. അതിനൊരു പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ കൃത്യമായ ഒരു ത്രെഡ് അതിലുണ്ട്, വളരെ വലിയൊരു ധാര, ഒരു തലം അതിനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫാഷിസ്റ്റ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോദി അധികാരമേൽക്കുമ്പോൾ ഏതാണ്ട് 44,000 കോടി 45,000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന അദാനിക്ക് പിന്നീട് 10 കൊല്ലം കഴിയുമ്പോൾ അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് 8 ലക്ഷം കോടി രൂപയോളം വരുന്നത് ഈ ഇത്തരത്തിലുള്ളൊരു കോർപ്പറേറ്റ് ഫാഷിസ്റ്റ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് അംബാനിയുടെ ആസ്തി വർദ്ധിക്കുന്നത്. ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ധനികരെല്ലാം BJPക്ക് വേണ്ടപ്പെട്ടവരായി മാറുന്നത് അവരുടെ വർഗ താല്പര്യങ്ങളെ വളരെ കൃത്യമായും വളരെ സജീവമായും സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ജനങ്ങൾ അതിനെ ജനവിരുദ്ധമായ നയങ്ങളിലൂടെ കോൺഗ്രസ് ഒറ്റപ്പെട്ടപ്പോൾ മറ്റൊരു തരത്തിൽ തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന്, തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക വർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിലെയും ലോകത്തെയും ധനികവർഗം ഇന്ത്യയിൽ കണ്ടെത്തുന്ന അവരുടെ പാർട്ടി എന്ന് പറയുന്നത് ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെയാണ്. ആ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന് ഒരേ സമയം ഇത്തരം താല്പര്യങ്ങളെ, ഇത്തരം കുത്തക മൂലധനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കൃത്യമായ അജണ്ട ഒരു സ്ഥലത്തുണ്ടായിരിക്കും. എന്നാൽ ജനങ്ങളെ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ പ്രശ്നങ്ങളിലൂടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും കാണുന്നതിനുള്ള ജനങ്ങളുടെ സന്നദ്ധതയെ ഇല്ലാതാക്കുകയും മറിച്ച് കേവലമായ ഇത്തരത്തിലുള്ള മതസ്വത്വവാദ തർക്കങ്ങളിലേക്ക് അവരെ വലിച്ചിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഈ ഫാഷിസ്റ്റ് കക്ഷികൾക്ക് ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ അത്തരത്തിലുള്ള സമരങ്ങളില്ലാതെ അത്തരത്തിലുള്ള വലിയ ജനകീയ സമരങ്ങളില്ലാതിരിക്കുന്നതും ഇന്നലെ വരെ അത്തരം ജനകീയ സമരങ്ങളൊന്നും നടത്താത്ത പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ പോലെ തെരഞ്ഞെടുപ്പ് തോൽവികൾ എന്ന് പറയുന്നത് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുക, പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, പ്രതിപക്ഷത്തെ കേവലമായ കാഴ്ച വസ്തുക്കൾ മാത്രമാക്കി നിർത്തുക എന്നുള്ള അവരുടെ അജണ്ട വിജയിക്കുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ദുർബലമായി പോകുന്നു എന്നുള്ളത് കൂടിയാണ്. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒന്നല്ല ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രശ്നം. ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നണി ആ കാലത്ത് മാത്രമായിട്ടുണ്ടാകേണ്ട ഒന്നല്ല. അത് വളരെ സജീവമായ രീതിയിൽ എല്ലാ സമയത്തും നിരന്തരമായ സമരങ്ങളിലൂടെ ഉണ്ടാകേണ്ട ഒന്നാണ്. ഇന്ത്യയിലെ ഫാഷിസ്റ്റ് രാഷ്ട്രീയാധികാരത്തോടുള്ള യുദ്ധത്തിന് ലളിതമായ പരിഹാരങ്ങളൊന്നുമില്ല. അത് വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. അത് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലൊക്കെ അധികം കാണുന്ന പോലെ വൈകുന്നേരങ്ങളിലെ സാംസ്കാരിക സന്ധ്യാ വിമർശനങ്ങളിൽ ഒതുങ്ങുന്ന രാമായണ പാഠങ്ങളിലോ ശംഭൂക വധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലോ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. സജീവമായ രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാകേണ്ട ഒന്നാണ് ആ സമരം. ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ സമരങ്ങളുടെ ഈ ദൗർബല്യം, ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഈ സമരങ്ങളുടെ ദൗർബല്യത്തെ കൃത്യമായി കാണിക്കുന്ന ഒന്നാണ് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയാവസ്ഥ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാലോചിച്ചു, ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി വരെ എത്തി നിൽക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഫാഷിസം അതിൻ്റെ ഹിന്ദുത്വ ഫാഷിസവും അതിൻ്റെ രാഷ്ട്രീയാധികാരവും എങ്ങനെയാണ് നോർമലൈസ് ചെയ്യപ്പെട്ടത്, സ്വാഭാവികവൽക്കരിക്കപ്പെട്ടത്, വളരെ സ്വാഭാവികമായ ഒന്നായി മാറ്റപ്പെട്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം നമുക്ക് കേരളത്തെ എടുത്താൽ കാണാൻ കഴിയും. ഇപ്പോൾ
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാമാന്യമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ വിരുദ്ധത ഒരു ജനസമൂഹത്തിലുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൻ്റെ ജനസമൂഹം താരതമ്യേന അതിൻ്റെ ഡെമോഗ്രഫിയൊക്കെ അനുസരിച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളരെ ആഴത്തിൽ വേരൂന്നാൻ കഴിയാത്തൊരു സ്ഥലമായിട്ടാണ് കേരളത്തെ കാണുന്നത്. ഇടതുപക്ഷ മതേതര രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ചരിത്രം, നവോത്ഥാന സമരങ്ങളുടെ ചരിത്രം ഒക്കെയുള്ള സ്ഥലമായിട്ട്. പക്ഷേ അവിടേക്കാണ് നേരത്തെ പറഞ്ഞ പോലെ 20% വോട്ട് ഉള്ള ഒരു BJPക്ക് 20% വോട്ടുണ്ട്. വോട്ട് ചെയ്യാൻ തയ്യാറായ BJPക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോൾ CPMനും കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ തയ്യാറായി നിൽക്കുന്ന, അതിൻ്റെ സമയം മാത്രമേ നിശ്ചയിക്കേണ്ടതുള്ളൂ എന്നുള്ള തരത്തിലുള്ളൊരു വിഭാഗമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. നോക്കൂ, എങ്ങനെയാണ് ഈ സ്വാഭാവികവൽക്കരണം നമ്മുടെ അവിടെ നടക്കുന്നു. നോക്കൂ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPMൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പിണറായി സർക്കാർ നടത്തിയ ഒരു പരിപാടി, അത് ശബരിമല സമരക്കാലത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ കിട്ടുന്നതിന് മുസ്ലിം വോട്ടുകൾ തങ്ങളെ ഏതാണ്ട് കൈയൊഴിഞ്ഞു എന്നുള്ള ഒരു അപായ സൂചന മനസ്സിലാക്കുകയും അപ്പോൾ പരമാവധി ഹിന്ദു വോട്ടുകളെ സമാഹരിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയെ പോലെ തികഞ്ഞ വർഗീയത പറയുന്ന ഒരാളെ ഓടിപ്പിടിച്ചാതിരിക്കുന്ന മുഖ്യമന്ത്രി, മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളും എല്ലാം കൈയടക്കുകയാണ് എന്നൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു അധമ വർഗീയവാദിയെ നിരന്തരം ആദരിച്ചുകൊണ്ട് ഞങ്ങളും ഇതിനൊപ്പമാണ് എന്നുള്ള സന്ദേശം നൽകിയാണ് കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത്. അവർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സംഘപരിവാറിൻ്റെ ഹിംസാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീട് തകർക്കുക എന്നുള്ളത് ഒരു ഭരണകൂട പദ്ധതിയായിട്ട് കൊണ്ടു നടക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് കോൾമേർക്കൊള്ളുകയാണ്. കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന മതേതര കേരളത്തിൻ്റെ രാഷ്ട്രീയ പൂമുഖത്തിൻ്റെ വാതിലിൽ അവർ ഒട്ടിച്ചു വയ്ക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ്. അത് ചെയ്യുന്നതിന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള ഒരു മന്ത്രിക്ക് യാതൊരു ആത്മനിന്ദയും അയാൾക്കും അയാളുടെ മുഖ്യമന്ത്രിക്കും തോന്നുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ സ്വാഭാവികവൽക്കരണം. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി നോക്കൂ, സ്വന്തം മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് കരിക്കുലത്തിനുള്ളിലെ ഇടപെടലുകൾ വളരെ നിർണായകമാണ്. ഫാഷിസത്തെ സംബന്ധിച്ച് ചരിത്രം തിരുത്തുക, ചരിത്രാഖ്യാനങ്ങളെ തിരുത്തുക, ചരിത്ര വസ്തുതകളെ തിരുത്തുക, ചരിത്രത്തിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെ മായ്ച്ചു കളയുക എന്നുള്ളതെല്ലാം അവരുടെ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ്. അതാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ മുഗൾ കാല ചരിത്രത്തെ, ഗാന്ധിയെ കൊന്നത് RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പതാകാവാഹകരാണ് എന്നുള്ള ചരിത്രത്തെ, ഗാന്ധിവധത്തെ തന്നെ, RSSൻ്റെ നിരോധനത്തെ, അതുപോലെ തന്നെയുള്ള റഷ്യൻ വിപ്ലവത്തെയോ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളെയൊക്കെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറ്റുക എന്നുള്ളതൊക്കെ അവരുടെ നിരന്തര പദ്ധതിയാണ്. പകരം അവർ കയറ്റുന്നത് അശാസ്ത്രീയമായ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ സംഗതികളാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള ഈ പരിപാടികളെ ഇത്രയും കാലം എതിർത്തുകൊണ്ടിരുന്ന ഇടതുപക്ഷം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് സാമാന്യമായിട്ടുള്ള തട്ടിപ്പ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി എന്ന് പറയുന്ന വളരെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതേ കൈപ്പുസ്തകം പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിഞ്ഞ പോലെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ദല്ലാളായി പ്രവർത്തിച്ചത്? കേരളത്തിൽ നിന്ന് CPIMൻ്റെ രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസാണ് അവിടെ പോയി ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഈ ഇടപാടുകൾ നടത്തുന്നത്. അതായത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ഇടതുപക്ഷ സമൂഹത്തിൻ്റെ മുമ്പിൽ, കേരളീയ ജനാധിപത്യ സമൂഹത്തിൽ ചർച്ച ചെയ്യാതെ ഒരു അധികാരത്തിൻ്റെ ദല്ലാളുകളെ വിട്ടുകൊണ്ട് ഒരു ഇടപാടായിട്ട്, ഒരു രാഷ്ട്രീയ ഇടപാടായിട്ട്, ഒരു ദല്ലാൾ പണിയായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷം എത്തുന്നു എന്നുള്ളത് ഈ ഫാഷിസത്തിൻ്റെ സ്വാഭാവികവൽക്കരണമാണ്. നിങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കുറച്ച് കോടി രൂപ വിട്ടുകിട്ടുന്നതിൻ്റെ ഭാഗമായി ഈ ചരിത്രം തിരുത്തുകയും വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഫാഷിസ്റ്റ് പദ്ധതിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതിന് തയ്യാറാണെന്നും നിങ്ങൾക്കതിൽ യാതൊരു വിരോധവുമില്ല എന്നും നിങ്ങളുടെ ദല്ലാൽ ബ്രിട്ടാസിനെ വിട്ട് നിങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അതിൽ അംഗീകരിച്ച് ഒപ്പിട്ട് കേരള സമൂഹത്തെ പറ്റിക്കാൻ ശ്രമിച്ച് അതിനുശേഷം അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി അംഗീകരിക്കാനും ആർപ്പ് വിളിക്കാനും തയ്യാറുള്ള ഒരു സംഘത്തെ നിങ്ങൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫാഷിസം സ്വാഭാവികവൽക്കരിക്കപ്പെടുന്നത്. ഫെഡറൽ ഘടനയ്ക്ക് നേരെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ, അധികാരങ്ങൾക്ക് നേരെ, ഇന്ത്യയുടെ ഫെഡറൽ മതേതര സ്വഭാവത്തെ നിലനിർത്തുന്ന ഇപ്പോൾ ബംഗാളിനെയും കേരളത്തെയും തെലങ്കാനയെയും തമിഴ്നാടിനെയും ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തുന്ന വലിയ ആക്രമണങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും
അതിൻ്റെ രാഷ്ട്രീയം പറയുകയും ചെയ്യേണ്ടതിന് പകരം കുറച്ച് കോടി രൂപയ്ക്ക് വേണ്ടി ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവാം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് ഈ കേരളത്തിലെ സർക്കാരും ഇവിടുത്തെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന വ്യാജ ഇടതുപക്ഷ രാഷ്ട്രീയവും മാറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതുകൂടി അഡ്രസ്സ് ചെയ്യാതെ ഈ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കൈപ്പുസ്തകത്തെ കോപ്പി ചെയ്യുന്ന ഒന്നായി മിക്ക രാഷ്ട്രീയ കക്ഷികളും മാറുമ്പോഴാണ് ഹിന്ദുത്വ രാഷ്ട്രീയവും ഫാഷിസ്റ്റ് രാഷ്ട്രീയവും അതിൻ്റെ ഏറ്റവും ശക്തമായ വേരുകൾ ആഴ്ത്തുന്നത്. അതായത് ആ ഹിന്ദുത്വ രാഷ്ട്രീയം പൊതു രാഷ്ട്രീയ ബോധമായി മാറുകയും അതിനുള്ളിലെ കളികളായിട്ട് മറ്റെല്ലാം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ പൊതുബോധത്തെ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഈ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഫ്രെയിംവർക്കിനെ, ഈ ചട്ടക്കൂടിനെ ഒരു പൊതു രാഷ്ട്രീയ ബോധവും പൊതു സാമൂഹ്യ ബോധവുമാക്കി മാറ്റുന്നതിൽ അഞ്ചാമ്പത്തികളുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അടക്കം എന്നുള്ളത് ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭീഷണി ഈ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ എത്ര വലുതാണ് എന്നുകൂടിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. KSFE, ഈ നാടിൻ്റെ ധൈര്യം.